ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇത് രാമേശ്വരത്ത് പോയതിൻ്റെ ബാക്കി ഭാഗമാണ്. അപ്പോൾ ആദ്യം ഞങ്ങൾ ഒരു ഹോട്ടലിൽ താമസിച്ചത്, രാമേശ്വരം ഗ്രാൻഡ് എന്നും പറഞ്ഞുണ്ട്. പിന്നെ ഞങ്ങൾക്ക് അവിടെ പിറ്റേ ദിവസത്തേക്കും കിട്ടിയില്ല. പിറ്റേ ദിവസം ഞങ്ങൾ ശ്രേമതില എന്നും പറഞ്ഞിട്ട് ഒരു ഹോട്ടലിലാണ്, നല്ലൊരു ഹോട്ടലാട്ടോ, അതൊരു 3 സ്റ്റാർ ഹോട്ടലാണ്. അപ്പോൾ അങ്ങോട്ട് മാറി. അപ്പോൾ ആ ഹോട്ടലിൻ്റെ ഇതാണ് കാണുന്നത്. നല്ല നല്ല ഹോട്ടലാട്ടോ. ആദ്യം താമസിച്ചേക്കാളും കുറച്ചുകൂടി നല്ല ഹോട്ടൽ ഈ ഹോട്ടലായിരുന്നു കേട്ടോ. കുറച്ചുകൂടി വലിപ്പവും റൂമിന് വലിപ്പവും എല്ലാം കൂടി ഏറ്റവും കുറച്ചുകൂടി നല്ല. അപ്പൊ അതിൻ്റെ അനുസരിച്ച് ചാർജും കുറച്ചുകൂടി വ്യത്യാസമുണ്ട്. രണ്ടാമത്തെ ദിവസം ഞങ്ങൾ ഈ ഹോട്ടലിലാണ് താമസിച്ചത്. അത് കഴിഞ്ഞിട്ട് അമ്പലത്തിലൊക്കെ പോയിട്ട് വന്നിട്ട് രണ്ടാമത്തെ ദിവസം ഇവിടെ നിന്ന് പിന്നെ ഇവിടെ കുറച്ചുകൂടിയും കാണാനൊക്കെ പോകണമായിരുന്നു. അപ്പൊ അത് കാരണം പിന്നെ ഒരു ദിവസം ഞങ്ങൾക്ക് ഇവിടെ തങ്ങേണ്ടി വന്നു. പിന്നെ ഡോക്ടർ അബ്ദുൽ കലാം സാറിന്റെ വീട്, പിന്നെ മ്യൂസിയം ഇതെല്ലാം കാണാൻ പോകണമായിരുന്നു. അപ്പൊ അതുകൊണ്ട് ഒരു ദിവസം കൊണ്ട് നിൽക്കേണ്ടി വന്നു. അപ്പൊ അതെല്ലാം കാണണം. പിന്നെ അവിടെ വേറെ കുറച്ച് അമ്പലങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതെല്ലാം കാണണം. പിന്നെ ഒരു റോക്ക് ഉണ്ടായിരുന്നു, ഫ്ലോട്ടിംഗ് റോക്ക്, അതൊരു അമ്പലത്തിൽ. അപ്പൊ ആ അമ്പലം അത് കാണാൻ പോകണം. അപ്പൊ അങ്ങനെ പല സ്ഥലത്തേക്കും പോകേണ്ടത് കൊണ്ട് ഒരു ദിവസം കൊണ്ട് ഞങ്ങൾ അവിടെ താമസിച്ചു. അങ്ങനെ ഞങ്ങൾ ധനുഷ്കോടിയിലെത്തി. ധനുഷ്കോടിയിലേക്ക് പോകാൻ വേണ്ടിയിട്ടായിരുന്നു അവിടെ ഇറങ്ങിയത്. പക്ഷെ അത് നല്ല രസമായിട്ടോ. ധനുഷ്കോടി നേരത്തെ വന്നിട്ടുണ്ട്, എന്നാലും കടലിൻ്റെ നടുക്കൂടെ റോഡ് പണിത്. നേരത്തെ വരുമ്പോൾ ഞങ്ങൾക്ക് ഇത്ര റോഡൊന്നും ഇല്ലായിരുന്നു. അവിടെ നമ്മളെ അവരുടെ ജീപ്പയിൽ നമ്മളൊന്ന് പാർക്ക് കൊണ്ടുവരികയാണ് ഈ മണൽ തീരത്തേക്കണം. ഇപ്പം നമ്മുടെ വണ്ടിയിൽ നമുക്ക് പാർക്ക് ചെയ്യാം, എന്നിട്ട് കാണാനുണ്ട്. കാണാൻ വെച്ചാൽ ബീച്ച് പോലെ, അല്ലാതെ പ്രത്യേകിച്ചൊന്നുമില്ല. പിന്നെ ലൈറ്റ് ഹൗസ്, പിന്നെ അതിൻ്റെ കുറച്ച് കുറേ കടകൾ അങ്ങനെയുള്ളതൊക്കെ അങ്ങനെ ഒന്ന് കാണാനുണ്ട്. നല്ല വെയിലായിരുന്നു. 40 ഡിഗ്രി ചൂടിലാണ്. അതുപോലെ വെയിലായിരുന്നു കേട്ടോ. ഇതിപ്പോൾ പിന്നെ മാങ്ങ, പൈനാപ്പിൾ അങ്ങനെയൊക്കെ ഉള്ള പീസാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ദാഹത്തിന് കഴിക്കാനൊക്കെ ആയിട്ട്. ശരിക്കും ബീച്ചിൻ്റെ സൈഡിലൊക്കെ പോയി നിൽക്കണ മാതിരിയുള്ള, അല്ല പ്രത്യേകിച്ചില്ല. പിന്നെ ചുറ്റും കടലാണ്. നമ്മളൊരു പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ റോഡ് നടുക്കേക്കട, കടലിലേക്കുള്ള റോഡ് വെട്ടിയേക്കില്ല. അതുപോലെ നല്ല രസമുണ്ടത് കാണുമ്പോൾ. കാരണം കടൽ നമ്മുടെ റോഡിന് ചുറ്റും കടലല്ലേ, അത് കാണാനുണ്ട്. അത് നല്ലതായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കണ്ടു. അങ്ങനെ പോരുന്ന വഴി ഒരു അമ്പലം ഉണ്ടായിരുന്നു, അവിടെ ഒരു അമ്പലമുണ്ട്. അപ്പോൾ അത് കണ്ടു. അതും കടലിൻ്റെ സൈഡ് തന്നെയായിട്ട് വീഡിയോ എടുത്തിട്ട്. പിന്നെ കുറേ ഇങ്ങനെ കാണാനുണ്ട് പോകുന്ന വഴി. അതൊക്കെ കണ്ടിങ്ങനെ വന്നു. ഇതൊരു നമ്മുടെ അശോക ചക്രത്തിൻ്റെ ഒരു സ്റ്റാച്യു പോലെ. ഇതിൻ്റെ പേര് എനിക്ക് എന്തെന്ന് കറക്റ്റ് അറിയത്തില്ല കേട്ടോ. അവിടെ നിന്ന് എല്ലാവരും ഫോട്ടോ എടുക്കുന്നുണ്ട്. ഞങ്ങൾ ഫോട്ടോയും വീഡിയോയും ഒക്കെ എടുത്ത്. അശോകചക്രം മേലുണ്ട്. അത് ഇതിൻ്റെ ഏതാണെന്ന് കറക്റ്റ് അറിയത്തില്ല, മനസ്സിലായില്ല. അവിടെ ഇരുന്ന് എല്ലാവരും ഫോട്ടോ ഷൂട്ട് ചെയ്ത് ഞങ്ങൾ ഫോട്ടോ ഷൂട്ട് ചെയ്ത് നോക്കണം നീരുവാണെന്ന് ശരിക്കും. പിന്നെ കടലിലെ ഒത്തിരി വലിയ തിരയില്ല, എന്നാൽ കുഴപ്പമില്ലാത്തൊരു കടലാണ്. ആളുകൾ കുറേയൊക്കെ അവിടെ പിള്ളേരെ ആയിട്ടൊന്ന് കുളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ അവിടെ അങ്ങനെ വലിയ തിരക്കുമില്ല കേട്ടോ. ഈ വെയിലായതുകൊണ്ടായിരിക്കും, വൈകുന്നേരം അപ്പോൾ കുറച്ചുകൂടി നല്ലതായിരിക്കും. നട്ടുച്ച വെയിലായിരുന്നു, സൂപ്പർ വെയിലെന്ന് പറഞ്ഞാൽ സൂപ്പർ വെയിലായിരുന്നു. അപ്പം അങ്ങനെ അതെല്ലാം കണ്ട് ഞങ്ങളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നു. ബാക്കിയൊക്കെ കാണാമേ. ധനുഷ്കോടിയിൽ നിന്ന് പോകുന്ന വഴി തന്നെ ഞങ്ങൾ അബ്ദുൽ കലാം സാറിൻ്റെ വീട് കാണാൻ വേണ്ടി. ഇതാണ് സാറിൻ്റെ വീട്. നല്ല അതിൻ്റെ മുകളിലാണെങ്കിൽ കുറേ സാർ ഉപയോഗിച്ച കുറേ സംഭവങ്ങൾ. പിന്നെ അവിടെ ഒരു ഷോപ്പ്, ഇതിൻ്റെ തേങ്ങ ചെയ്ത് സാറിൻ്റെ കടകളിൽ അങ്ങനെ കുറേ ഐറ്റങ്ങളൊക്കെ സെയിലും വെച്ചിട്ടുണ്ട്. ഒരു ഷോപ്പ് ഉണ്ട് മേളിൽ, അത് കാണാൻ നല്ലൊരു ഷോപ്പാണ്. വലിയ വീടിൻ്റെ സ്റ്റെപ്പ് കയറി അങ്ങോട്ട് ഉള്ളിൽ കാണാൻ പറ്റും. കുറേ ഇതുണ്ട്. പക്ഷേ അവിടെ നമുക്ക് കുറച്ചൊക്കെ നമുക്ക് ഫോട്ടോ എടുക്കാം. പിന്നെ അതിൽ അങ്ങനെ എടുത്തിട്ടാന്ന് പറഞ്ഞു. പിന്നെ അപ്പോൾ അതെല്ലാം കണ്ട് അത് നല്ലൊരു അനുഭവമായിരുന്നു. വീട്
അവിടുന്ന് സാധനങ്ങളൊക്കെ വാങ്ങി പിന്നെ പിന്നെ റൂമിലേക്ക് പോവുകയാണ്. പിന്നെ 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 ഞങ്ങൾ നല്ല വെയിലായിരുന്നു. വെയിലത്ത് പിന്നെ അവിടെ ഉച്ച കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ ഇറങ്ങിയത് കണ്ടിങ്ങനെ പോവുകയാണ്. ഞങ്ങൾ അബ്ദുൽസലാം മെമ്മോറിയൽ കാണാം. അവിടെയൊക്കെ നമുക്ക് അകത്തോട്ട് ക്യാമറ അലൗഡ് അല്ല. നമുക്ക് ചെരുപ്പിടാനൊക്കത്തില്ല. ചെരുപ്പെല്ലാം വെളിയിൽ ഊരി വെച്ചിട്ടേ കയറാൻ പറ്റുള്ളൂ. ഇത് ക്യാമറ അലൗഡ് അല്ല. അപ്പോൾ വെളിയിൽ നിന്ന് ഞങ്ങൾ എടുത്ത വീഡിയോയാണിത്. ഇത് റോഡിൽ നിന്ന് എടുത്തതാണ്. അകത്തോട്ട് നമുക്ക് ക്യാമറ ഇല്ല. അപ്പോൾ ഞങ്ങൾക്ക് റോഡിൽ നിന്ന് എടുത്തതിന് നമ്മുടെ വീഡിയോ ക്യാമറയെല്ലാം കാറിൽ വെച്ചിട്ട് ഞങ്ങൾ ചെയ്തത്. അവിടെ ക്യാമറ ഫോൺ ഇതൊന്നും അലൗഡ് അല്ല. പിന്നെ അത് തന്നെ അകത്തൊന്നും കാണാൻ പറ്റുന്നില്ല. പക്ഷെ അകത്ത് നന്നായിട്ട് കാണാനുണ്ട് കേട്ടോ. അബ്ദുൽസലാം സാറ് പോയ സ്ഥലങ്ങൾ, പിന്നെ രാജാക്കന്മാർ മന്ത്രിമാരുടെ കൂടെ ഉള്ളത്, അങ്ങനെയുള്ള ഒത്തിരി ഒത്തിരി സംഭവങ്ങളുണ്ട്. പിന്നെ സാറിൻ്റെ കുട്ടിക്കാലം, പിന്നെ അങ്ങനെ 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 പിന്നെ അടക്കിയ സ്ഥലങ്ങൾ, ഇതെല്ലാം ഉണ്ട്. പക്ഷെ അതൊരു ക്യാമറ കൊണ്ടാകുന്നത് തന്നെ നല്ലത്. കാരണം അത് നമ്മൾ ഒത്തിരി എടുക്കാൻ പോയി കഴിഞ്ഞാൽ ആളുകൾ തിരക്കായി മാറും. അതുമല്ല അതിൻ്റെ ആ പവിത്രതയും മാറും. പക്ഷെ അത് നല്ല കാര്യമാണ് എടുക്കാത്തത്. കാരണം അത് നമ്മൾ പോയി കാണുകയും ചെയ്തില്ലെങ്കിൽ നല്ലൊരു ഇതായിരുന്നു. ശരിക്കും കാണാൻ പോയി. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഒരു ചെറിയ ഒരു അമ്പലം ഉണ്ടായിരുന്നു. ആ അമ്പലത്തിൽ കയറി. പിന്നെ അങ്ങനെ പിന്നെ ഞങ്ങൾ ഫ്ലോട്ടിങ് സ്റ്റോൺ എന്നും പറഞ്ഞിട്ടുണ്ട്, റോക്ക് എന്നും പറഞ്ഞിട്ടുണ്ട് ഒരു അമ്പലമുണ്ട്. അപ്പോൾ അവിടെ അമ്പലത്തിൽ ഇങ്ങനെ വെള്ളത്തിനകത്ത് കല്ല് കിടക്കുക, പൊങ്ങി കിടക്കുക. സാധാരണ വെള്ളത്തിൽ കല്ല് താഴെ വീഴുകയും അത് പൊങ്ങി കിടക്കുക. അപ്പോൾ അതിന് അങ്ങനത്തെ ഒരു കല്ലാണ്. അത് ദൈവികമായിട്ടുള്ള ഒരു സംഭവമായിരുന്നു. ഒത്തിരി കഥകളുണ്ട്, പറയാൻ ഒത്തിരി കാര്യങ്ങളുണ്ട്. അത് ഞാനിപ്പോൾ പറയുന്നില്ല. ഒത്തിരി ദൈവികമായിട്ടുള്ള ഒരു ഇതാണ്. അമ്പലത്തിൻ്റെ അകത്തേക്ക് നമുക്ക് ക്യാമറ കൊണ്ടുപോകാനൊക്കത്തില്ല. അപ്പോൾ അത് തന്നെ എടുക്കാൻ പറ്റിയില്ല. ഇതാണ് അമ്പലത്തിൻ്റെ പരിസരം. പിന്നെ ഞങ്ങൾ അവിടുന്ന് തൊഴുത് ഞങ്ങൾ പൈസയൊക്കെ ആയിട്ട് പ്രാർത്ഥിച്ച് പിന്നെ ഞങ്ങൾ അങ്ങോട്ട് പിന്നെ ഹോട്ടലിലേക്ക് പോവുകയും. പിന്നെ ഹോട്ടലിൽ ചെന്നിട്ട് ഞങ്ങളുടെ ഹോട്ടലിനോട് ചേർന്ന് തന്നെ അടുത്ത് തന്നെ ഓപ്പോസിറ്റ് ഭയങ്കര പാട്ട്, 2 ദിവസം കൊണ്ട് നല്ല പാട്ട് കേൾക്കുന്നു. അപ്പോൾ എന്താണെന്ന് ഞങ്ങൾ നോക്കിയപ്പോൾ അവിടെ ഒരു കല്യാണം നടക്കുകയാണ്. കല്യാണ വീടിൻ്റെ തലേ ദിവസത്തെയാണ്. അപ്പോൾ ആ വീട്ടിൽ അപ്പോൾ നമ്മൾ വിചാരിച്ചത് എങ്ങനെയാണ് എന്താണെന്ന് നമുക്കറിയത്തില്ല ഇവിടത്തേക്ക് കല്യാണം. അപ്പം ഞാനും എൻ്റെ ആ ഫ്രണ്ട് ചേച്ചിയും കൂടെയും കൂടി ഞങ്ങൾ ആ വീട്ടിൽ പോയി. ആ വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ കണ്ട കാഴ്ചയാണ് ഇത് കാണുന്നത്. ഇതാണ് പെൺകുട്ടി പയ്യനും, മുറച്ചെറുക്കനും മുറപ്പെണ്ണും. അപ്പോൾ അത് കാരണം ഞങ്ങൾ ചെന്നപ്പോൾ പയ്യനും അവിടെ ഉണ്ടായിരുന്നു. പെൺകൊച്ചിൻ്റെ വീടാണിത്. അപ്പോൾ അവിടെ ഞങ്ങൾ പിന്നെ കുറേ നേരം വർത്തമാനമൊക്കെ പറഞ്ഞ് നല്ല ആളുകൾ നല്ല ആതിഥ്യ മര്യാദയോടുകൂടി ഞങ്ങളെന്തോ കാര്യമായിരുന്നു പറയുമ്പോൾ ഞങ്ങളെ അവിടെ ഇരുത്തി ചായയൊക്കെ കുടിച്ച് ഞങ്ങൾ അവരോട് വർത്തമാനമൊക്കെ പറഞ്ഞ് കുറേ നേരം കഥ പറഞ്ഞ് വർത്തമാനമൊക്കെ പറഞ്ഞ് ഞങ്ങൾ അവിടെ ഇരുന്നു. അപ്പോൾ പിറ്റേ ദിവസമായിരുന്നു കല്യാണം. കല്യാണത്തിന് ഞങ്ങളെ വിളിച്ചതാണ്. പക്ഷേ ഞങ്ങൾക്ക് പിറ്റേ ദിവസം പോരണമായിരുന്നു. അത് കാരണം കല്യാണം കൂടാൻ പറ്റിയില്ല. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ചായയൊക്കെ കുടിച്ച് അവരുടെ കൂടെ കുറേ വീഡിയോയും ഫോട്ടോയും ഒക്കെ എടുത്ത് അവർക്കൊരു സന്തോഷം, ഞങ്ങൾക്കൊരു സന്തോഷം. നമ്മളങ്ങനെ തമിഴ്നാട്ടിലെങ്ങനെ കണ്ടിട്ടില്ലല്ലോ. പക്ഷെ പിറ്റേ ദിവസമായിരുന്നു ഞങ്ങളെ കല്യാണം കൂടിയനായിരുന്നു. അങ്ങനെ ആ മോളോടൊക്കെ വർത്താനം പറഞ്ഞ് കുറേ നേരം അവിടെ ഇരുന്നു. പിന്നെ അവർക്കിടെ ഒരു ആചാരം പോലെ ഞങ്ങളുടെ കയ്യിലൊരു കുങ്കുമം തന്നിട്ട് തൊടിയിപ്പിക്കാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ കുങ്കുമമൊക്കെ ആ മോളുടെ നെറ്റിത്ത് തൊടിയിപ്പിച്ച് അത് അവരുടെ ഒരു ആചാരമായിരിക്കും. നമുക്കറിയത്തില്ല എന്താണ്. അപ്പം നമ്മളും അങ്ങനെ ചെയ്തു കൊടുത്തു. അപ്പം അങ്ങനെയൊക്കെ കഴിഞ്ഞ് എന്തോ ഒരു നല്ലൊരു സന്തോഷമായിരുന്നു കേട്ടോ. കാരണം നമ്മൾ അറിയാത്തൊരു നാട്ടിൽ നമ്മൾ ചെന്നു, അവരും നമ്മളെ സ്വീകരിച്ചു. നമ്മൾ അവരോടൊപ്പം ഇരുന്ന് ഞങ്ങൾ കുറേ നേരം വർത്തമാനമൊക്കെ പറഞ്ഞ് എല്ലാവരുമായിട്ട് ഫോട്ടോ ഒക്കെ എടുത്ത് കുറേ നേരമൊക്കെ അവിടെ ഇരുന്ന് അവർക്കും ഒരു സന്തോഷം. പുതിയ 2 പേരും ഒന്നും അറിയാത്തൊരു നാട്ടിൽ നിന്ന് ഞങ്ങൾ 2 പേരും ചെന്നതല്ലേ. ഞങ്ങൾ ഈ ഹോട്ടലിൻ്റെ അടുത്ത് നിന്ന് എപ്പോഴും രാവിലെ മുതൽ ഭയങ്കര പാട്ടായിരുന്നു. അതുപോലെ ഫ്ലെക്സ് ബോർഡ് ഇവരുടെ എല്ലാം കല്യാണത്തിന് ഇവരുടെ 2 പേരുടെയും പെണ്ണിൻ്റെയും ചെറുക്കൻ്റെയും ഫോട്ടോയും പിന്നെ അതിൻ്റെ കൂടെ ഒത്തിരി ഫ്രണ്ട്സിൻ്റെ പിന്നെ നേതാക്കന്മാരുടെ ആരുടെയൊക്കെ ഒത്തിരി ഒത്തിരി ഫോട്ടോസ് ഇങ്ങനെ വെക്കും ഫ്ലെക്സ് ബോർഡായിട്ട്. ഈ നമ്മൾ ചെന്ന ഈ രാമേശ്വരത്ത് മിക്ക സ്ഥലങ്ങളും ഇങ്ങനെ ഫ്ലെക്സ് ബോർഡായിരുന്നു ഒത്തിരി. അപ്പോൾ ഈ ഫ്ലെക്സ് ബോർഡ് കണ്ടപ്പോൾ ഞങ്ങൾ വിചാരിച്ചത് എന്താ ഇങ്ങനെ ഒത്തിരി വെച്ചേക്കുന്നതെന്ന്. അപ്പോൾ നോക്കിയപ്പോഴാണ് ഈ കുട്ടിയുടെ ഈ പയ്യൻ്റെയും കൂടെയാണ് ഫ്ലെക്സ് ബോർഡ്. ഞങ്ങളുടെ ഹോട്ടലിൻ്റെ അടുത്തെല്ലാം ഉണ്ട്. അപ്പോൾ ഇത് കണ്ടു കഴിയുമ്പോൾ ഞങ്ങൾക്കൊരു കൗതുകം, ഇതെന്താണെന്ന് നമുക്കൊന്ന് പോയി നോക്കാമെന്നും പറഞ്ഞാൽ അങ്ങനെ ഞങ്ങൾ വന്നതാണ്. അപ്പോൾ അവരും ഞങ്ങൾ സ്വീകരിച്ചു. നല്ലതായിരുന്നു. ഞങ്ങൾ ഫോൺ നമ്പറൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറി. അങ്ങനെ ഞങ്ങൾ പിന്നെ ഹോട്ടലിലേക്ക് വന്നു. അങ്ങനെ പിന്നെ ഹോട്ടലിൽ വന്ന് പിന്നെ അന്നത്തെ ദിവസത്തെ അങ്ങ്
കഴിഞ്ഞു. പിന്നെ രാവിലെ ഞങ്ങൾ ഇനി ഹോട്ടലിൽ നിന്ന് രാവിലെ പോകുക. വെളുപ്പിനെ ആയതുകൊണ്ട് ഹോട്ടലിലെ ഭക്ഷണത്തിന് നിന്നില്ല. ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് ഇറങ്ങി പിന്നെ പോകുന്ന വഴിക്ക് ഞങ്ങൾ ചായ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് അങ്ങനെ പോയിരുന്നു. അപ്പോൾ അവിടെ പൊടിദോശ ഉണ്ടായിരുന്നു. അപ്പോൾ പൊടിദോശ എങ്ങനെ ഉണ്ടാക്കണമെന്ന് ഞങ്ങൾ ഇങ്ങനെ നോക്കി അതൊരു വീഡിയോ ഒക്കെ എടുത്ത് പൊടിദോശയും ഇതെല്ലാം കഴിച്ച് നല്ല പൊടിദോശയായിരുന്നു കേട്ടോ. നമ്മുടെ ലൈവായിട്ട് നമുക്ക് കാണാൻ പറ്റി. അപ്പോൾ അതൊക്കെ കഴിച്ച് തമിഴ്നാട്ടിലെ പൊടിദോശ എങ്ങനെയുണ്ടെന്ന് നമുക്കറിയില്ലല്ലോ. അപ്പോൾ അത് കഴിച്ചു. അതുപോലെ തന്നെ ഫിൽറ്റർ കോഫി, അതും നല്ലൊരു ഫിൽറ്റർ കോഫി ആയിരുന്നു. അപ്പോൾ അതൊക്കെ കഴിച്ച് ഞങ്ങൾ പിന്നെ മധുരയിലേക്ക് പോകാൻ പോവുക. കാരണം മധുര വഴി പോകുന്നത്. അപ്പം മധുര അമ്പലത്തിലും കൂടെ കയറി തൊഴുതിട്ട് അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചാണ് ഞങ്ങൾ ഇറങ്ങിയത്. അങ്ങനെ 6 മണിക്ക് ഞങ്ങൾ ഞങ്ങളുടെ ഹോട്ടലിൽ നിന്ന് ഇറങ്ങി. അപ്പോൾ അത് കാരണം രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് അവിടെ നിന്ന് കഴിക്കാൻ പറ്റിയില്ല. പിന്നെ ഇതുപോലെ പോകുന്ന വഴിക്ക് ഞങ്ങൾ കഴിച്ച് പിന്നെ പോകുന്ന വഴി കുറേ കാഴ്ചകളൊക്കെ കണ്ട് കണ്ട് അങ്ങനെ പതുക്കെ പോകാമെന്നുള്ള രീതിയിലാണ് ഞങ്ങൾ പോകുന്നത്. അങ്ങനെ പോകുന്ന വഴിക്ക് നല്ല മഞ്ഞ ഇതിരിക്കണ കണ്ടു. അപ്പം ഞങ്ങൾ വിചാരിച്ചത് മാമ്പഴാന്ന്. ഇത് വണ്ടി നിർത്തി ചെന്ന് നോക്കിയപ്പോൾ വെള്ളരിക്കയാണ്. പക്ഷെ ആ വെള്ളരിക്ക ജ്യൂസായിട്ട് കുടിക്കണ വെള്ളരിക്കയാണ്. അപ്പം എങ്ങനെയാണെന്ന് അറിയത്തില്ല, ജ്യൂസാണ് ഉണ്ടാക്കണേന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ വാങ്ങിച്ചുകൊണ്ട് വന്നു. ഇനിയിപ്പോൾ ജ്യൂസ് ഉണ്ടാക്കി ഞാൻ കാണിച്ചു തരാമേ. അങ്ങനെ ഞങ്ങൾ പോയി ഇപ്പം മധുര അമ്പലത്തിൻ്റെ അവിടെ ചെന്നു. അവിടെ ചെന്നപ്പോൾ ഭയങ്കര പോലീസായിരുന്നു. അപ്പം ഇതെന്താ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അമ്പലത്തിന് പെയിൻറ്റിങ് നടക്കുക കേട്ടോ. അപ്പോൾ അത് കാരണം മൊത്തം ഇങ്ങനെ മൂടി കെട്ടിയൊക്കെ പെയിൻറ്റ് ചെയ്തിരിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ അമിത്ഷാ മന്ത്രി വരിക എന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് 1 മണിക്കൂറത്തേക്ക് ആരെ അവിടെ ദർശനത്തിന് കയറിയവരെല്ലാം കയറി. പിന്നെ 1 മണിക്കൂർ കഴിഞ്ഞിട്ട് ഇനി കയറാനൊക്കത്തുള്ളൂ. അപ്പോൾ വെളിയിലേക്ക് അകത്തോട്ട് ഇപ്പോൾ കയറ്റുന്നില്ല. അപ്പം ഞങ്ങൾ അവിടെ എല്ലാം വെളിയിൽക്കൂടെ എല്ലാം നടന്നു. അപ്പോൾ അവിടെ വെളിയിൽ നിന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ച് വഞ്ചിയിൽ പൈസയൊക്കെ ഇട്ട് ഞങ്ങൾ പിന്നെ അവിടുന്ന് പോരാന്ന് പറഞ്ഞു. അപ്പം അതിൻ്റെ ഫ്രണ്ടിൽ തന്നെ അമ്പലത്തിന്റെ ഫ്രണ്ടിൽ തന്നെ ഒരു ഫേമസ് ഷെയ്ക്കിന്റെ കടയുണ്ട്. ജിഗർദണ്ഡ എന്നാണ് ആ ഷെയ്ക്കിന്റെ പേര്. അത് പക്ഷേ മധുരയിലെ ഫേമസ് ഒരു ഷെയ്ക്കാണ് കേട്ടോ. നല്ല ടേസ്റ്റ് ഉള്ള ഒരു ഷെയ്ക്കാണ്. അപ്പൊ അത് കുടിക്കണം എന്ന് ഓർത്ത് ഞങ്ങളിങ്ങനെ നോക്കിയതേ. അപ്പൊ അത് നോക്കിയപ്പോൾ അമ്പലത്തിന്റെ ഫ്രണ്ടിൽ തന്നെ കണ്ടു. അപ്പൊ അങ്ങോട്ട് പോയി കഴിക്കാനായിട്ട് ഞങ്ങൾ പോവുക കേട്ടോ. അപ്പൊ അവിടെ പോയി കുടിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്കും ഈ അമ്പലം അടയ്ക്കേണ്ട 1 മണിക്കൂർ കട അടയ്ക്കണം എന്നും പറഞ്ഞുകൊണ്ട് അവരെല്ലാം ധൃതി പിടിക്കുന്നു. അപ്പൊ ഞങ്ങൾ ജ്യൂസ് വാങ്ങിച്ച് ഞങ്ങളുടെ കയ്യിൽ തന്നപ്പോഴത്തേക്കും പോലീസുകാർ വന്ന് കട അടയ്ക്കാൻ തുടങ്ങി. അപ്പോൾ അത് കാരണം അവർ വേഗം ഞങ്ങളെ ഒരു ഡിസ്പോസിബിൾ ഗ്ലാസ്സിലേക്ക് തന്നിട്ട് പിന്നെ ഞങ്ങൾ അത് വഴിക്കേക്കടെ കുടിച്ചോണ്ട് പോയത്. കാരണം ഇത് കട അടയ്ക്കണ സമയമായി അപ്പോഴത്തേക്കും. പക്ഷെ നല്ല ജ്യൂസാട്ടോ. ആര് പോയാൽ ആ ജ്യൂസ് കുടിക്കണേ. ഞങ്ങൾ പിന്നെ കുടിച്ചുകൊണ്ടിരുന്ന് പെട്ടെന്ന് ഡിസ്പോസിബിൾ ഗ്ലാസ്സിലേക്ക് ആക്കിയിട്ട് ഞങ്ങൾ കഴിച്ചുകൊണ്ട് പിന്നെ വെളിയിലേക്ക് പോന്നു. കാരണം അവിടെ ഭയങ്കര പോലീസ് സെക്യൂരിറ്റി ഒക്കെ ആയി. പക്ഷെ നമ്മൾ അങ്ങനെ നിൽക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പം ഞങ്ങളങ്ങ് വെളിയിലേക്ക് ഇറങ്ങി. അങ്ങനെ നല്ല അടിപൊളി ജ്യൂസാട്ടോ. ഷേക്ക് അത് നല്ല ഷേക്ക് അത്. പിന്നെ ഞങ്ങൾ നേരെ പത്തനംതിട്ടയ്ക്ക് പോകുന്നു.